ഹലോ ഗായ്സ്, മീ ആൻഡ് മൈ കിഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസയൊന്നും ചിലവാക്കാതെ ഒന്ന് രണ്ട് ഐറ്റം ഉണ്ടാക്കാം. അതായത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഐറ്റം. ഓക്കെ, ഞാനിത് കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് പോയി കേട്ടോ. കാരണം നമ്മളുടെ ചെറിയ പ്രായത്തിലൊക്കെ വല്യമ്മച്ചിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു സാധനമാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ടിരുന്ന പണ്ടൊക്കെ. ഇപ്പോൾ ഒന്നും അങ്ങനെ ഇത് ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പാള എന്നാണ് പറയാറ്. അതായത് കമുകിൻ്റെ ഇതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതുകൊണ്ടൊരു ഒന്ന് രണ്ട് ഐറ്റം ഉണ്ടാക്കാം. ഓക്കെ, ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഭാഗമല്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഓല നമ്മൾ കളഞ്ഞു. വേണ്ട, നല്ല വൃത്തിയുള്ളൊരു പീസാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്, വേണമെങ്കിൽ വരയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിലാണ് ഇതൊന്ന് സ്റ്റിഫായിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, ഇത് കണ്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ചൂട് കാലത്തൊക്കെ കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീശാം. നല്ല കാറ്റുണ്ട്. അതായത് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട. നമ്മൾ സാധാരണ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങാറുണ്ടല്ലോ. ഇതാണെച്ചെങ്കിൽ ഒരു ചിലവുമില്ല. ഒരു കത്തിയും ഒരു പാളയുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടില്ലേ. ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റിഫായിട്ടിരിക്കും കേട്ടോ. ഇതാ ഒന്ന് ഇതാണ്. ഇനി അടുത്തൊന്ന്, ഒരു പാളയിൽ നിന്ന് തന്നെ ഒരു രണ്ടെണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഒന്ന് രണ്ട് പേരൊക്കെ എടുക്കാം. ഇതിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെതൊക്കെ കുറഞ്ഞതൊരു 30 റുപ്പീസൊക്കെ വരും. 20-30 രൂപയൊക്കെ. അത്ര ആണോ അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയുള്ള പാളയൊക്കെ ഉള്ളപ്പോൾ വെറുതെ എന്തിനാ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താ കണ്ടോ, ഇത് കണ്ടില്ലേ.
ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ നൈസായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, ഇതിന് ഇത്തിരി കട്ടി കൂടുതലുണ്ട് കേട്ടോ, ഒരു തിക്നെസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. സ്ക്വയർ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് തുമ്പൊന്ന് ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അമ്മിക്കല്ലുമ്മ അരയ്ക്കുമല്ലോ, അരകല്ലുമ്മ അരയ്ക്കുമ്പോൾ മുളകൊക്കെ കൈകൊണ്ടിങ്ങനെ തടുത്ത് കൂട്ടാറുണ്ടല്ലോ ആൾക്കാർ. കൈക്ക് നല്ല നീറ്റമുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. ഇതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് എണ്ണം പാളയാണല്ലോ, നിറയെ ഉണ്ടാക്കാനുള്ളത് കിട്ടും. ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് നാശമാകുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതാണ്, ഒന്ന് കാണിക്കുമ്പോൾ ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.